മുപ്പത്തടം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട വ്യാപാരികളുടെ നേതൃത്വത്തിൽ കടുങ്ങല്ലൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുപ്പത്തടം കവലയിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു. കടുങ്ങല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AJ റിയാസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾക്ക് മുന്നേ ഇത് ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കണ്ണടച്ചു നിന്നപ്പോൾ സ്വന്തം വ്യാപാര സ്ഥാപനങ്ങൾ ഇട്ടെറിഞ്ഞുകൊണ്ട് ഈ സമരരംഗത്തേക്ക് വന്ന മുഴുവൻ വ്യാപാരികളെയും സ്നേഹാദരപൂർവ്വം അഭിവാദ്യം ചെയ്യുക. നമ്മൾ ഇന്ന് നടത്തുന്നൊരു സമരം സാധാരണഗതിയിൽ ഏകോപന സമിതി സമരം ചെയ്യുമ്പോൾ വ്യാപാരികളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് സമരം ചെയ്യുന്നതെങ്കിൽ ഇന്ന് നമ്മൾ നടത്തുന്ന സമരം ഈ നാടിനു വേണ്ടി നടത്തുന്ന ഒരു സമരമാണ്. ഈ നാട്ടിലെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ തടയാനെന്നുള്ള രൂപത്തിൽ ഇവിടെ വന്നു നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും ഈ കുഴിയിലൂടെ ചാടാതെ ഒന്ന് യാത്ര ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് അതൊരു ജനകീയ സമരമാണ് എന്ന് പറഞ്ഞത്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മളിവിടെ സമരം തുടങ്ങാൻ കാരണം ഈ സൂചനാ സമരം മുപ്പത്തടത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ നടത്താൻ തീരുമാനിച്ചത് ഇവിടെ ഇരിക്കുന്ന നമ്മളെക്കാൾ അധികാരമുള്ള ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം എന്ന് പറയാൻ വേണ്ടിയാ ഞങ്ങൾ ഇവിടെ വന്ന് സമരം ചെയ്യുന്നു, അല്ലേ? സ്വാഭാവികമായും ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് PWDയുടെ മുമ്പിലേക്ക് സമരം കൊണ്ട് ഫലമുണ്ടാകുന്നില്ല എങ്കിൽ അടുത്ത സമരം നിയോജക മണ്ഡലം കമ്മിറ്റികളെ അടക്കം കോർത്തിണക്കിക്കൊണ്ട് PWD ഓഫീസിലേക്ക് മുന്നിലായിരിക്കും എന്ന് ഇവിടെ വെച്ച് തന്നെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. സമരത്തിന് വേണ്ടി ഒരു സമരമല്ല, ഈ സമരം ഈ നാടിന്റെ പ്രശ്നം പരിഹരിക്കുന്നത് വരെ തുടർച്ചയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ സമരം ഏറ്റെടുത്തത്. ഒന്ന്, നാടിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ മറ്റൊരു വശത്ത് പാവപ്പെട്ട ഞങ്ങൾക്കും ചില അവകാശങ്ങളുണ്ടല്ലോ, അല്ലേ? ഇന്ത്യയുടെ ഭരണഘടന 21-ാം വകുപ്പ് പ്രകാരം പറയുന്നത് ഒരാൾക്ക് ജീവിക്കാനും അവന്റെ ജീവിതോപാധി സംരക്ഷിക്കാനുമുള്ള ഒരു മാർഗം, അല്ലെങ്കിൽ അതിന് ഇവിടെയുള്ള ഓരോ പൗരന്മാർക്കും അവകാശമുണ്ട് എന്നാണ്. എന്താ ഇവിടുത്തെ സ്ഥിതി? എങ്ങാനും വെയിലാണെങ്കിൽ പൊടി കൊണ്ട് കടയിൽ ഇരിക്കാൻ കഴിയില്ല. മഴ പെയ്താൽ കടയ്ക്ക് മുന്നിൽ വെച്ചിട്ടുള്ള മുഴുവൻ സാധനങ്ങളും ചെളിവെള്ളം തെറിച്ച് ഉപയോഗശൂന്യമായി പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യാപാരികളുടെ ജീവിതോപാധി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ഞങ്ങൾ ഈ സമരവുമായി രംഗത്ത് വരുന്നത്. ഒരു പക്ഷേ കളമശ്ശേരി പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ, ഒരു മന്ത്രിമണ്ഡലത്തിൽ പോലും ഇത്തരത്തിലൊരു സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് വ്യാപാരികളെ എത്തിച്ച അധികാരികൾ ഇതൊരു മുന്നറിയിപ്പായി കാണേണ്ടതുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഒരു ചെറിയ റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ ഒരു രാത്രി കൊണ്ട് കഴിയുന്ന ആളുകൾ ഇതിനു നേരെ കണ്ണടക്കുമ്പോ ഞങ്ങൾക്ക് കണ്ണടക്കാൻ മനസ്സില്ലെന്ന് പറയാനാണ് ഞങ്ങൾ ഈ സമരവുമായി രംഗത്ത് വന്നത്. അതുകൊണ്ട് ഈ സമരത്തിനകത്ത് നമ്മൾ ഉന്നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഞങ്ങൾക്കാർക്കും അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ വോട്ട് വെച്ച് പോകണ്ട. ഉണ്ടോ പ്രകാശ് ചേട്ടാ? രാധാകൃഷ്ണേട്ടനോ അല്ലെങ്കിൽ ഷഫീഖൊന്നും നാളെ വോട്ട് ചോദിച്ച് ഞങ്ങൾ ഈ റോഡ് നന്നാക്കി എന്ന് പറഞ്ഞ് ഇവിടുത്തെ വാർഡുകളിലേക്ക് ചെല്ലേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകളല്ല, മറിച്ച് ഞങ്ങൾ സമാധാനപരമായി ഒരു നാട് മുന്നോട്ട് പോവുകയും അവിടെ ഉപജീവന മാർഗം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ നടത്തുന്ന സമരത്തെ എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകൾ ചേർന്ന് ചെയ്യുമ്പോൾ അത് ഈ നാടിന്റെ ഒരു സമരമായി തന്നെ നിങ്ങൾ കാണണം എന്ന് പറയാനാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വന്നത്. അതുകൊണ്ട് ഈ ജലജീവൻ പദ്ധതി, അല്ല അങ്ങനെയല്ല ഇതിന്റെ പേര്, ജലജീവൻ പദ്ധതി അവസാനം മുപ്പത്തടത്തിനത് എന്താ ജനദ്രോഹ നടപടിയായി മാറി, അല്ലേ? കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് റോഡ് പൊളിച്ചത്. എന്നാൽ പൈപ്പിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. ഇതേ തുടർന്ന് ഈ മേഖലയിൽ രൂക്ഷമായ പൊടിശല്യം മൂലം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലുമാണ്. കൂടാതെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതികൾ നൽകിയിട്ടും ഇതുവരെയും യാതൊരുവിധ നടപടികളും ആകാത്തതിനെ തുടർന്നാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തേക്കിറങ്ങിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് S പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷഫീഖ് അതിരപ്പിള്ളിൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ,
യൂണിറ്റ് ട്രഷറർ എസ് രാധാകൃഷ്ണപിള്ളൈ, നിയോജക മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് CAK നവാസ്, നിയോജക മണ്ഡലം യൂത്ത് വിംഗ് സെക്രട്ടറി ഷിഹാർ, നിയോജക മണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് ബിജി ബിജു, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് അജിത എസ് കുമാർ, യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് M സലാം, പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണൻ, സമരസമിതി കൺവീനർ ഇബ്രാഹിം തലക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.